എല്ലാവർക്കും നമസ്കാരം. ഒരനുഭവം നിങ്ങളായിട്ട് സമർപ്പിക്കുകയാണ്. 63 വയസ്സുള്ള ഒരു അമ്മയാണ്. അപ്പം ആദ്യമേ പറയട്ടെ, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാൻ പറയുന്നത് ജോയിൻ ബട്ടണിലൂടെ വരുമ്പോൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് ഞാൻ സേവ് ചെയ്യും. അപ്പോൾ തന്നെ എനിക്ക് നിങ്ങൾ അനുഭവങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിൽ വേഗം വായിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ കുറേ കാര്യങ്ങളുണ്ട് ഗ്രൂപ്പിൽ. അപ്പോൾ ഈ അനുഭവം കേൾക്കാം. ഹരേ കൃഷ്ണ. നമസ്കാരം ശ്രീകാന്ത് മോനെ. അങ്ങനെ വിളിക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ 63 വയസ്സുള്ള അമ്മയാണ്. ശരി, കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ ത്രിമധുരം ഗ്രൂപ്പിൽ അംഗമല്ല കേട്ടോ. താമസിയാതെ അംഗമാകാൻ ആഗ്രഹിക്കുന്നു. ശ്രീകാന്ത് മോനെ, ഇനി എൻ്റെ അനുഭവം പറയാം. അനുഭവങ്ങൾ ഏറെയുണ്ട്, അതൊക്കെ പിന്നീടാകട്ടെ. ഇത് ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേട്ടു എന്നതിൻ്റെ അനുഭവമാണ്. എനിക്ക് 3 പെൺമക്കളാണ്. എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു. അവർക്കും മക്കളൊക്കെയായി സുഖമായിട്ട് കഴിഞ്ഞു വരുന്നു. അവരുടെ ഭർത്താക്കന്മാരാണ് എൻ്റെ ആൺമക്കൾ. ആർക്ക് എന്ത് അസുഖം വന്നാലും മനസ്സ് വല്ലാതെ വിഷമിക്കും. ഈയിടെ ചെറിയ മകളുടെ ഭർത്താവ് ബൈക്കൊന്ന് സ്ലിപ്പായി കാൽമുട്ട് ഒന്ന് തട്ടി, ഉള്ളിലൊരു ചെറിയ സ്ക്രാച്ചായി. വൈദ്യനെ കാണിച്ചു, വേദന മാറിയില്ല. പിന്നെ ഒരു ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഉള്ളിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്, സർജറി വേണ്ടിവരുമെന്ന്. ആകെ വിഷമിച്ചു. മുട്ടിന് സർജറി ചെയ്യാൻ പേടി തോന്നി. പിന്നീട് നടക്കാൻ ബുദ്ധിമുട്ടാകുമോ എന്ന ഭയം. അങ്ങനെ വേറെ ഒരു ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ കണ്ണാ, സർജറി ഇല്ലാത്ത വിധം മാറ്റി തന്നാൽ ത്രിമധുരത്തിൽ പറയാം. പിന്നെ ഭഗവാന്റെ മുന്നിൽ തുലാഭാരം നേർച്ച ചെയ്യാമെന്നും. എന്താ പറയേണ്ടത്? ഡോക്ടർ പറഞ്ഞു 3 ആഴ്ച ഫിസിയോതെറാപ്പി ചെയ്ത് നോക്കിയിട്ട് പറയാമെന്ന്. അത്ഭുതം, ഭഗവാൻ വേദന സർജറി ഇല്ലാതെ മാറ്റിക്കൊടുത്തു. ഇപ്പോൾ ജോലിക്ക് പോയി തുടങ്ങിയിട്ടോ. ക്ഷമിക്കണം, നീണ്ടുപോയോ? എൻ്റെ അനുഭവങ്ങൾ പിന്നീടാകട്ടെ. ഞാനൊരു മുട്ട് ചെയ്ത് കൃത്രിമക്കാല് വെച്ചാൽ നടക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. ആംപ്യൂട്ടേഷൻ ചെയ്തു, അതായത് മുറിച്ചു മാറ്റിയെന്നാണ്. ബുദ്ധിമുട്ട് കൂടാതെ നടക്കാൻ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കൃഷ്ണ, ഗുരുവായൂരപ്പ, എന്നും കൂടെ ഉണ്ടാകണേ. ഭഗവാനെ, ശ്രീകാന്ത് മോനെ, ഇത് ത്രിമധുരത്തിലൊന്ന് വായിക്കണേ. അമ്മേ, ഇതാ ത്രിമധുരത്തിൽ വായിച്ചിരിക്കുന്നു. കാലിനൊക്കെ സുഖാവട്ടെ. വേഗം കൃത്രിമക്കാലൊക്കെ വെച്ചിട്ട് നമുക്ക് ഗുരുവായൂരേക്കൊക്കെ വരാൻ പറ്റുമല്ലോ. നോക്കാമല്ലോ എന്തൊക്കെയാ കഥ എന്ന്. അപ്പം അനുഭവത്തിലേക്ക് അനുഭവം അയച്ച അമ്മയ്ക്ക് നന്ദി പറയാണ്. എല്ലാവരിലേക്ക് എത്തിക്കുക. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരുന്നവർക്ക് വരാം. ജോയിൻ ബട്ടണിലൂടെ വരണം. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും ഡീറ്റെയിൽസ്.